പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രഭാതയാമത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം. ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. പ്രിയ മക്കളെ, പൗലോസ് അപ്പോസ്തലൻ തന്നെ കുറിച്ച് ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ എന്ന് പറയുന്നു. നോക്കൂ, ഈ മനുഷ്യൻ വെളിപ്പാടുകൾ ലഭിക്കേണ്ടതിന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അതിനാൽ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെക്കുറിച്ചും സ്വർഗീയ മഹത്വങ്ങളെക്കുറിച്ചും വെളിപ്പാടുകൾ ലഭിച്ചു. ഹല്ലേലൂയ. 7-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കുവാൻ എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നിരിക്കുന്നു. ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ സാത്താന്റെ ദൂതനെ തന്നെ. പ്രിയ മക്കളെ, ജഡത്തിലൊരു ശൂലം, അത് ഏതു വിധേന, അതായത് വേദനയായിരിക്കാം, കഷ്ടമായിരിക്കാം, അപമാനമായിരിക്കാം, ഹല്ലേലൂയ, എന്ത് തന്നെ ആയാലും നോക്കൂ, ഇതൊരു ശാരീരിക ബലഹീനതയെ കാണിക്കുന്നതാണ്. പൗലോസിന്റെ ശൂലം വലിയ അളവിൽ ദൈവകൃപയിൽ ആശ്രയിക്കുവാൻ ഇടയാക്കി. പല ജീവിതങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ പല ശൂലങ്ങൾ കടന്നു വരുമ്പോൾ അവർ യേശുവിനെ കൂടുതലായിട്ട് അറിയുവാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തെ മഹത്വീകരിപ്പാൻ ഇടയായിത്തീരുന്നു. ഹല്ലേലൂയ. 9-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, അവൻ എന്നോട്, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. നോക്കൂ, ആകെ ക്രിസ്തുവിൻ്റെ ശക്തി എൻ്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എൻ്റെ ബലഹീനതകളിൽ പ്രശംസിക്കും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, യേശുപ്പച്ചൻ്റെ കൃപ മതി നമുക്ക്. ഹല്ലേലൂയ. ആ ശക്തിയിലാണ് നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്നത്. ഹല്ലേലൂയ. കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദയയും ശക്തിയുമാണ്. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അത് ശക്തിയും സ്വർഗീയ ബലവുമാണ്. സുവിശേഷത്തിന് വേണ്ടി ബലഹീനതകളുടെയും കഷ്ടങ്ങളുടെയും ഹല്ലേലൂയ അംഗീകരിക്കുന്ന വിശ്വാസികളുടെ മേൽ ഈ കൃപ നൽകപ്പെടുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് അനേക ഹല്ലേലൂയ ദൈവദാസന്മാർ പലവിധമായ കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ കൃപ അവരോട് കൂടെ ഉള്ളതാണ്, അവർക്ക് നിലനിൽക്കുവാൻ ഇടയായിത്തീരുന്നത്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. നമുക്കും അത് ചേർന്ന് പറയാം, എന്നെ ശക്തനാക്കുന്ന ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഹല്ലേലൂയ. നോക്കൂ, ഇനി നമുക്ക് അല്പസമയം ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ പ്രത്യേകതകൾ ആണെന്നുള്ളതൊന്ന് ചിന്തിച്ചു നോക്കാം. ഒന്നാമതായിട്ട്, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടുന്നു. ഹല്ലേലൂയ. കൊരിന്ത്യർക്ക് ഇത് 2-ാം ലേഖനം ഹല്ലേലൂയ, അതായത് 12-ാം വാക്യത്തിൽ 12-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഹല്ലേലൂയ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അവൻ 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടെയോ എന്ന് ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ എന്നും അറിയുന്നില്ല, ദൈവം അറിയുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ നമ്മുടെ ദൈവം അറിയുന്നു. ഹല്ലേലൂയ. അടുത്തതായിട്ട്, ക്രിസ്തുവുള്ള മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വെളിപ്പാടുകളും ദർശനങ്ങളും ഉള്ളവരാകണമെന്നുള്ളതാണ്. അതായത് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല, എങ്കിലും അത് ആവശ്യമായിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ ദർശനങ്ങളെയും വെളിപ്പാടുകളെയും കുറിച്ച് പറയുവാൻ പോകുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഒരു ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ പ്രത്യേകതയാണ് അവൻ വെളിപ്പാടും ദർശനവും പ്രാപിച്ചവരാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, നമ്മുടെ പേര് ജീവപുസ്തകത്തിലുണ്ടെന്ന് ഉറപ്പാക്കണം. ഫിലിപ്പിയർക്ക് 4:3 പറയുന്നുണ്ട്, സാക്ഷാൽ ഇണയാളിയായുള്ളവേ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്റ് മുതലായ എൻ്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ എന്നോട് കൂടെ സുവിശേഷ ഘോഷണത്തിൽ പോരാടിയിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ പേരും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുവാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. അടുത്തതായിട്ട് നോക്കൂ, മരിച്ചാലും ജീവിച്ചാലും ക്രിസ്തു
ക്രിസ്തുവിലാണെന്നുള്ള ഉറപ്പൊരു ക്രിസ്തുവിലുള്ള മനുഷ്യന്റെ ഹല്ലേലൂയ പ്രത്യേകതയ്ക്കുള്ള ഹല്ലേലൂയ ഒന്നാണ്. അതായത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 1:23 പറയുന്നുണ്ട്, 21 പറയുന്നു, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ഹല്ലേലൂയ. ഏത് ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള വിശ്വാസികൾക്കും പറയാൻ കഴിയുന്ന ഒന്നാണ്, ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, മരിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി. ഹല്ലേലൂയ. എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭവുമാണ്. അടുത്തതായിട്ട് എല്ലാത്തിലും വലിയത് ക്രിസ്തുവാണെന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. ഫിലിപ്പിയർക്കെഴുതിയ 3:7 പറയുന്നുണ്ട്, എങ്കിലും എനിക്ക് ലാഭമായിരിക്കുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നമുക്കുള്ളത് എന്തെല്ലാം ഉണ്ടെങ്കിലും ക്രിസ്തു നിമിത്തമാണ് ഇതെല്ലാം. ഹല്ലേലൂയ. യേശുവിന് നാം മുൻതൂക്കം കൊടുക്കണം. ക്രിസ്തു വലിയവനെന്ന് നമ്മൾ എവിടെയും പറയണം. ഹല്ലേലൂയ. അടുത്തതായിട്ട് എന്താ? ക്രിസ്തുവിലുള്ളവർ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ്. അപ്പോസ്തല പ്രവൃത്തി 20-22 പറയുന്നു, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. പ്രിയരേ മക്കളെ, കഷ്ടങ്ങളും ബന്ധനങ്ങളും ഹല്ലേലൂയ കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള മനുഷ്യർ എന്ന് പറയുന്നത്. ഈ നാളുകളിൽ പലവിധമായ പീഡനങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ, കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്ന അനേക ദൈവദാസന്മാരെ കുറിച്ച് നാം കേൾക്കുന്നുണ്ടല്ലോ. ഹല്ലേലൂയ. പല വിധത്തിൽ അവർ കുടുംബത്തിലെ ഹല്ലേലൂയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. വേണ്ടും പോലെ കർത്താവിന്റെ സത്യവചനം പറയുവാൻ കഴിയാതെ ഹല്ലേലൂയ വേണ്ടാത്ത കുറ്റങ്ങൾ ചുമത്തിയൊക്കെ ജയിലൊക്കെ അടച്ചിരിക്കുമ്പോൾ, പ്രിയ ദൈവമക്കളെ, നമ്മെ ഓരോരുത്തരെയും ക്രിസ്തുവിലുള്ള ആ മനുഷ്യന്റെ ആ സ്നേഹം, യേശുവിലുള്ള ആ സ്നേഹത്തിൽ ഹല്ലേലൂയ നമ്മൾ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം. ഇവിടെ പറഞ്ഞ എന്താണ്? ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരൂശലേമിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. ആ കർത്താവിലുള്ള ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ മേലുള്ളപ്പോൾ നമ്മൾ മറ്റുള്ളതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ക്രിസ്തുവിന്റെ സ്നേഹം നമ്മോട് കൂടെ എപ്പോഴും ഉണ്ട്. ഹല്ലേലൂയ. നമ്മൾ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ തിരിച്ചറിയേണ്ടതും മനസ്സിലാക്കേണ്ടതും എങ്ങനെയാണെന്നാണ് അല്പനേരം ചിന്തിക്കുവാനിടയായി തീർന്നത്. നമ്മെ അറിയുന്ന ദൈവം മറ്റുള്ളവർ നമ്മൾ നോക്കുമ്പോൾ ക്രിസ്തുവിലുള്ള മനുഷ്യനെന്ന് അറിയുവാൻ നമ്മയും എടുത്തുപയോഗിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസന്നിധി നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലനെ എടുത്തുപയോഗിച്ചുവെങ്കിൽ തീർച്ചയായും നമ്മയും കർത്താപ്പച്ചനെ എടുത്തുപയോഗിക്കും. വിശ്വസ്തയോടെ കർത്താവിന്റെ സേവനം ചെയ്യാം. അപ്പന് വേണ്ടി നമുക്ക് ഒരുങ്ങി നിൽക്കാം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. കർത്താവേ എന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലും ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഹല്ലേലൂയ തിരിച്ചറിയത്തക്കണം. മറ്റുള്ളവരുടെ മുന്നിൽ മാതൃകയുള്ള ജീവിതം നയിപ്പാൻ, ക്രിസ്തുവേശുള്ള സ്വഭാവം മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുവാൻ ഓരോ മക്കളെയും ഇടയാക്കണം. കർത്താവെ, കരങ്ങളിൽ സമർപ്പിക്കുന്നപ്പാ, യേശുപ്പച്ചന് വേണ്ടി ജീവിപ്പാൻ കർത്താവെ ഹല്ലേലൂയ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി ജീവിപ്പാൻ ഓരോ മക്കളെയും ഇടയാക്കണമേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു. ദൈവം ഓരോ മക്കളെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.